ഫാൻസോ? അല്ല, ആ കള്ളച്ചെറുക്കൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുറെ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ ഡയലോഗ് അടിച്ചായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയ ഗ്യാപ്പില് എനിക്കെങ്ങനെ ഫാൻസ് ഉണ്ടായത്? അത് ഈ ലെവലിൽ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നേയില്ല. അല്ല, എനിക്ക് ഫാൻസ് ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ എന്ത് കാര്യമാണ് ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഞങ്ങളൊക്കെ കുറച്ച് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാ, അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗെറ്റപ്പ് ഇങ്ങനെ. ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തെ അളക്കാനോ നോക്കണ്ട കേട്ടോ. ഞങ്ങൾ നിങ്ങളുടെ ഫാൻസ് ആണെന്നുള്ളൊരു ഡൗട്ടേ വേണ്ട ചേച്ചി. അതൊക്കെ ശരി, ഇത്രയും ദിവസം ഇല്ലാത്ത പോലെ ഇപ്പൊ എന്താ സഡൻ ആയിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? ചേച്ചി അങ്ങനെ കാര്യത്തിലോട്ട് വാ. ചേച്ചി, നിങ്ങളെ കൊണ്ടൊരു ഹെൽപ്പ് വേണമായിരുന്നു ചേച്ചി. എന്തായാലും നന്നായിട്ടുണ്ട്. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടാനാണെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഉദ്ദേശം അതെങ്ങാനും ആണെങ്കിൽ അഡ്രസ് പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ അയക്കും. ഫാൻസ് ആയ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കാശ് ചോദിക്കാൻ വരൂ ചേച്ചി. ഞങ്ങൾക്ക് കാശിന്റെ ആവശ്യമൊന്നുമില്ല. ഏയ്, വാ തുറന്ന ഫാൻസ് ആണെന്നാണല്ലോ പറയുന്നേ. നിങ്ങൾ എങ്ങനെ എന്റെ ഫാൻസ് ആയത്? അല്ല, ഫാൻ ആവാൻ വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്തത്? ഞാനെന്താ സിനിമയിലെ ഹീറോയിൻ ആണോ? നിങ്ങൾ റിയൽ ലൈഫിലെ ഹീറോ ആണ് ചേച്ചി. വെറുതെ നെഞ്ചിൽ ടാറ്റൂ മരിച്ച് റോഡിൽ ഫ്ലെക്സും കെട്ടി കട്ടൗട്ട് നിർത്തി ആഘോഷിക്കുന്നവര് മാത്രമല്ല റിയൽ ഫാൻസ് ചേച്ചി. ഞങ്ങളെ പോലെ സിൻസിയർ ആയിട്ടുള്ള ഡൈ ഹാർഡ് ഫാൻസും ഉണ്ട്. ഓ, വാ തുറന്ന പിന്നെ ഫാൻസ് ആണെന്നാണല്ലോ പറയുന്നേ. ഇന്ന് രാവിലെ ഞാൻ കണി കണ്ടത് എന്റെ മുഖമാണല്ലോ. ആയിക്കോട്ടെ, എന്താ കാര്യം എന്ന് പറ. ഞങ്ങൾക്കൊരു സംഘമുണ്ട് ചേച്ചി, ഇന്നതിന്റെ ഉദ്ഘാടനമാ. ആ പ്രോഗ്രാമിന് നിങ്ങൾ വേണം ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ ചേച്ചി. നിങ്ങളുടെ ടീമിന്റെ ഇനാഗ്രേഷന് ഞാൻ ഇതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നേ. നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. ഞങ്ങൾ അതിനു വേണ്ടി വന്നതാ ചേച്ചി. ചേച്ചി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യണ്ടേ. എന്ത്? ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്നോ? അതിലൊരു ഡൗട്ടും ഇല്ല ചേച്ചി. അതിന് നിങ്ങൾക്കുള്ള യോഗ്യത വേറെ ആർക്കുണ്ട് ചേച്ചി? എടോ സുമേഷേ, അമൂല്യ എങ്ങോട്ട് വിളിക്ക്. ബസ്, ഇത് ന്യായമാണോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അമൂല്യെ വിളിക്കാൻ പറഞ്ഞ താനെന്തിനാ ഈ ഡ്രാമ കളിക്കുന്നേ? ഗുഡ് മോർണിംഗ് സുമേ. കഴിച്ചോ സുമേ? സുഖമാണോ സുമേ? എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഒന്നും ചോദിക്കാതെ ഡയറക്റ്റ് ആയിട്ട് അമൂല്യെ വിളിക്കൂന്ന് പറയുന്നുണ്ടല്ലോ ബോസ്. നിങ്ങളുടെ കൂടെ 5 വർഷമായിട്ട് കുടുംബം പോലെ ജീവിക്കുന്നത് ഞാനല്ലേ? വാട്ട് നോൺസെൻസ് സുമേഷ്. എന്ന് വെച്ചാ ഇത്രയും വർഷം കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് വന്ന അമൂല്യ മേഡത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്താ എന്റെ കാര്യത്തിൽ നിങ്ങൾ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്ന് പറയാൻ വന്നതാ ബോസേ. ഇതെന്താ കോമഡി പറയാനുള്ള സമയമാണോ? എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ദുഃഖം നിങ്ങൾക്ക് ഏതായെങ്കിലല്ല കോമഡി ആയിട്ട് തോന്നിയത് ബോസേ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? തന്നെ നമ്മുടെ അമ്മൂനെ ഒരേ ത്രാസിലിട്ടാണോ തൂക്കേണ്ടത്? എന്തിനാ ഈ അനാവശ്യമായ കമ്പാരിസൺസ് ഒക്കെ ചെയ്യുന്നത്? നമ്മുടെ അമ്മോ, നിങ്ങൾ ഇത്രത്തോളം അടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ സമ്മതിക്കാം. Shut up. അത് അവളിപ്പോ നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഈ ക്ലോസ് എന്നുള്ളതിന് തന്നെയല്ലേ ഞാൻ മലയാളത്തില് അടുത്തു എന്ന് പറഞ്ഞത്. എന്താടോ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? പോയി വിളിക്കവളെ. നിങ്ങളുടെ അമ്മു ഇന്നും വന്നിട്ടില്ല ബോസ്. അതെന്താ? എന്തു പറ്റി? വന്നില്ല എന്ന് മാത്രമല്ല ഇനി വരികയില്ല ബോസ്. ബട്ട് വൈ? അത് കഴിഞ്ഞ സാറ്റർഡേ വർക്ക് ചെയ്തതിന്റെ കോംബോ ഓഫ് എടുത്തിരിക്കുക ബോസേ. ഇന്നലെയും കൂടെ ഞങ്ങൾ കണ്ടതായിരുന്നില്ലേ? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ബോസ്. ഇന്നലെ ഞങ്ങൾക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ കണ്ടു എന്നാ പറഞ്ഞേ. അയ്യടാ മോനെ, അവര് പേഴ്സണൽ വർക്ക് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോ നിങ്ങൾ പാവത്താനെ പോലെ ഞാനും വരാം എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ഞങ്ങളും കണ്ടിട്ടുണ്ട്. താൻ എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞോ? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ ബോസേ? അത് അവര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ലീവ് എടുക്കണമെന്നാ ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, അവളിപ്പോ ലീവ് ഒരുപാടായി എടുക്കുന്നു. ഫോൺ വിളിച്ച് വരാൻ പറ. എന്താ ഞാനോ? ഞാൻ പറഞ്ഞെന്ന് പറയടോ. പാവത്തിന് വിരഹവേദനയാണെന്നാ തോന്നുന്നേ.
ഇനി തന്നോട് ഇംഗ്ലീഷിൽ പറയണോ? വേഗം പോയി അവളെ ഫോൺ വിളിക്കേ. ഈ നാട്ടില് വേറെ എന്തോരം ആളുകളുണ്ട്. അവരെ ഒന്നും വിളിക്കാതെ എന്നെ അന്വേഷിച്ചു വന്നത് എന്തിനാണെന്ന് പറ. എന്നെ എല്ലാരും ചേർന്ന് എന്നെ കളിയാക്കുവാണോ? അയ്യോ അമ്മ സത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചി, ഒന്ന് വിശ്വസിക്കുക ചേച്ചി. ഇവരിവിടെ എന്താ ചെയ്യുന്നേ? നിനക്ക് ഇവരെ അറിയോ? എങ്ങനെ അറിയാതിരിക്കും? ഇവരാ റോഡിൽ നിൽക്കുന്നവരല്ലേ? ദീ നടുക്ക് നിൽക്കുന്ന കൊരകനുണ്ടല്ലോ, അവൻ എന്നെ ഡെയിലി കോളേജിൽ പോകുമ്പോ കളിയാക്കും, അറിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതോ വായ്നോക്കികളുടെ സംഘമാണല്ലോ. സോറി ചേച്ചി, ഈ കുട്ടി ചേച്ചിയുടെ സിസ്റ്ററാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇനി മുതൽ ഇവരെ അല്ല, ഇവരുടെ നെള്ളി പോലും ഞങ്ങൾ നോക്കില്ല. അതെ ചേച്ചി, ഇന്ന് മുതൽ ഇവര് നിങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ സിസ്റ്ററാ. ചേച്ചി പറഞ്ഞു പോയ മാറ്ററൊക്കെ വിട്ടുപോയി. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഫ്രീ ആയിട്ട് ഇനാഗുറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. കൃത്യമായിട്ടുള്ള പൈസ ഞങ്ങൾ തരും. അല്ല അത് എടി മുതുക്കി, ഇങ്ങോട്ട് വന്നേ. എടി നീ അവരെ ഒന്ന് നോക്കിയ കള്ളന്മാരെ പോലുണ്ട്. അവർ പറയുന്ന ഒന്നും നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട. ഇനാഗുറേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചാലോ? കണ്ടാ തന്നെ അറിയാം, പേടിയാവുന്നു. അയ്യോ എന്ത് രസമായിട്ട് നീ വഴക്ക് പറയുന്നേ. ഏയ് ഈ റൗഡി ബേബി അങ്ങനെ ചില്ലറ കേസിലൊന്നും പോയി വീഴില്ല മോളെ. വാ, അവരെവിടുന്നാണോ വന്നേ അവരെ അങ്ങോട്ട് ഓടിക്കാം. വാ. ചേച്ചി ഞങ്ങൾ അങ്ങനെ കൂടുതൽ കാശുള്ളവരൊന്നും അല്ല, അതുകൊണ്ട് കൂടുതൽ ഡിമാൻഡ് ഒന്നും ചെയ്യല്ലേ എന്ന് കരുതി ഞങ്ങൾ ഒരുപാട് കുറയ്ക്കൊന്നുമില്ല കേട്ടോ. ദയവ് ചെയ്തൊന്ന് സമ്മതിക്കുക ചേച്ചി. ചേച്ചിന്ന് വിളിച്ച ഒരേ ഒരു കാരണം കൊണ്ട് നിങ്ങളെ ഞാൻ ഇത്ര നേരം ഇവിടെ നിർത്തിയത്. ഞാൻ പണ്ടേ അങ്ങനെയാ, പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? മുഖം നോക്കി ഞാൻ ജാതകം പറയും. ഇനാഗുറേഷനും ഇല്ല, ഒരു കുന്തവും ഇല്ല. എവിടുന്നാണോ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് തന്നെ വേഗം പൊക്കോ. ചേച്ചി ഞങ്ങൾ ആദ്യം ചെയ്ത തെറ്റിന്റെ പേരില് ചേച്ചി എങ്ങനെ നോന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ നിരാശയാവും ചേച്ചി. ഇനി മുതൽ ഈ കുട്ടിയെ മാത്രമല്ല, ഞങ്ങൾ ആരെ പോലും കണ്ണുകൊണ്ട് നോക്കില്ല. ഞങ്ങൾ നല്ല പയ്യന്മാരായിട്ട് ഇരുന്നോളാം ചേച്ചി, പക്ഷെ നടക്കില്ല എന്ന് മാത്രം പറയില്ല കേട്ടോ. എനിക്കുള്ള ഫെയിമിനെ ആളുകളുടെ അടുത്തുനിന്ന് ചിലപ്പോ കയ്യടി വാങ്ങി കാണും. അതുപോലെ അതേ കൈകൊണ്ട് കല്ലെടുത്ത് എറിയാനും അറിയാം. വേഗം പോയാ നല്ലത്, ഇല്ലെങ്കിൽ ഒരേ ഒരു വിസിൽ മതി. ഈ ഏരിയയിലുള്ള ആൾക്കാരെ മുഴുവൻ ഞാൻ വിളിച്ചു വരുത്തും. പിള്ളേര് കള്ളന്മാര് വന്നു എന്ന് പറയും. ചേച്ചിയാണ് പോലും ചേച്ചി. പിച്ചക്കാർ വിളിച്ചോണ്ടിരിക്കുന്ന പോലെ ചേച്ചിന്ന് വിളിച്ചാലേ കൈ കിട്ടുന്ന എടുത്ത് നിന്റെയൊക്കെ തല അടിച്ചു പൊളിക്കും ഞാൻ, നോക്കിക്കോ. അത് മാത്രല്ല, വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യും. ഏയ് ഇനി നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ. 3 പ്രാവശ്യം വിരലിനൊടിക്കുമ്പോഴേക്കും സ്ഥലം കാലിയാക്കിയില്ലെങ്കിൽ വിസിലടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. 1 2 എങ്ങനെയുണ്ട് എന്റെ ധൈര്യം? നീ അല്ലേലും പുലിയല്ലേ, ചോദിക്കാനുണ്ടോ? റൗഡി ബേബി. ഈ അമ്മൂന്ന് വെച്ച എന്താ തമാശയാണോ? വാ. അല്ല, ഇവളെന്നോട് പറയാതെ ഇപ്പൊ ലീവ് എടുക്കാൻ തുടങ്ങിയോ? പണ്ടൊക്കെ അവളൊരു ലീവ് എടുക്കാൻ വേണ്ടി എന്റെ കയ്യും കാലും പിടിച്ച് തല തിന്നുകൊണ്ട് അപ്രൂവൽ വാങ്ങിയിരുന്നേ. പക്ഷെ ഇപ്പൊ ഒരു ഇൻഫർമേഷനും ഇല്ല. സിദ്ധാർത്ഥനോട് ചോദിക്കാന്ന് വെച്ചാ അത് വേറെ രീതിയിൽ അയാൾ കാണും. സുമേഷ് ഫോൺ വിളിച്ചിട്ട് അവള് റിസീവും ചെയ്തില്ല. ജസ്റ്റ് ഹോപ്പ് ഷീ ഈസ് ഫൈൻ. അല്ല, ഞാനിപ്പോ എന്തിനാ അവളെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അത് മാത്രമല്ല, അവൾ ഓക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്താ കാര്യം? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുക. ചിലപ്പോ ഇല്യൂഷൻസ് ഒക്കെ വരും, പക്ഷെ അതൊക്കെ റിയൽ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടല്ലേ? റിയൽ ആയി തോന്നുമെങ്കിലും അങ്ങനെ ആയിരിക്കില്ല.
എല്ലാം ഒരുപോലെ തന്നെ തോന്നും അല്ലേ? പക്ഷെ ആ കൺഫ്യൂഷനിലും ഒരു സന്തോഷം ഉണ്ടല്ലോ. ആർക്ക് എന്ത് വേണേലും ആയിക്കോട്ടെ, പക്ഷേ നിനക്ക് നിന്റെ പെണ്ണ് നന്നായിട്ടിരിക്കണം, അവൾക്കൊന്നും ആവാൻ പാടില്ല എന്ന ചിന്തകളായിരിക്കും എപ്പോഴും. എന്തിനെങ്ങനെ വെറുതെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? അത് കോമൺ സിനറിയോ അമൂല്യ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാര് അവരെ ദൂരേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവരെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങും. അവരെ മിസ് ചെയ്യുന്നത് മാത്രമല്ല, അവരെ പറ്റി ഒരുപാട് ചിന്തകളും വന്നോണ്ടിരിക്കും. അതിൽ മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവോ എന്നൊക്കെ. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ വണ്ടിയെടുത്ത് പുറത്തു പോകുമ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നവരെ അവർക്ക് ആപത്ത് പറ്റിയോ, എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചോ എന്നുള്ള തോന്നൽ വരാറില്ല. എന്ന് വെച്ചാ ഞാൻ ഒരുപാട് അവളെ കെയർ ചെയ്യുന്നതാണോ? ഐ മീൻ ഓഫ് കോഴ്സ് ഷീസ് മൈ റിലേറ്റീവ്, ഷീസ് മൈ ഫാമിലി. പക്ഷെ ഇത്ര നേരമായിട്ടും ഈ നെഗറ്റീവ് ചിന്തകൾ മാത്രമേ വരുന്നുള്ളല്ലോ. എന്ന് വെച്ചാ ഞാൻ ശരിക്കും അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ചുമ്മാ എന്തിനിങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കുന്നേ? ഒന്ന് കോൾ ചെയ്ത് ചോദിച്ചാൽ എല്ലാം അറിയാൻ പറ്റുമല്ലോ. വേദാന്തേട്ടൻ രാവിലെ മെസ്സേജ്, ഇപ്പൊ കോള്. എന്നാ പിന്നെ സംസാരിച്ചിട്ട് തന്നെ കാര്യം നോക്കാം. ഹലോ അമ്മു, അമൂല്യ, ആർ യു ഓക്കേ? ചേട്ടാ, ഞാൻ അമ്മു അല്ല, ആതിഥിയാ. അതിഥിയാണോ ഞാൻ വിളിച്ചത്? അല്ലല്ലോ, ഇതാ കഴുതയുടെ നമ്പർ തന്നെയാണല്ലോ. ചേട്ടാ, ചേട്ടൻ അമ്മൂനെ തന്നെയാ വിളിച്ചത്. പക്ഷേ കോൾ എടുത്തത് ഞാനാന്നേ ഉള്ളൂ. വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. നോ നോ, എന്തിനാ കൺഫ്യൂഷനൊക്കെ? നിന്റെ ചേച്ചി എവിടെ? അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. അതില്ല ചേട്ടാ, കൊടുക്കാന്നേ. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ക്വസ്റ്റ്യനോ? അതെ ചേട്ടാ, ഇന്ന് രാവിലെ ചേട്ടൻ ചേച്ചിക്ക് മിസ് യു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചില്ലായിരുന്നോ? ഞാനത് അവളോട് പറഞ്ഞിട്ട് അവള് വിശ്വസിക്കുന്നേ ഇല്ല. ഞാനത് പെട്ടെന്ന് ഡിലീറ്റ് ആക്കിയാണല്ലോ. ഇവിടെ കണ്ടോ അത്? ചേട്ടൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതും അവള് വിശ്വസിക്കുന്നില്ല, അറിയാവോ? ഹലോ 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 ഹലോ. ആ ചേച്ചി വന്നിട്ടുണ്ട്. മിസ്സൂന്ന് മെസ്സേജ് അയച്ചത് ചേട്ടനാന്ന് പറഞ്ഞു കൊടുക്ക്. ഏത് നേരത്താണ് അവ കോൾ ചെയ്യാൻ തോന്നിയേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഇന്ന പിടിക്ക് പിടിക്ക്, മുഖം നോക്കി നിൽക്കാതെ. ഹലോ ഹലോ ഹലോ. ഭാഗ്യം, കോള് കട്ട് ചെയ്ത് സേഫായി. ഹലോ, കള്ളച്ചെറുക്കം വിളിച്ചെന്ന് പറഞ്ഞ് നീ എന്നെ വെറുതെ പറ്റിക്കാണോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ഞാൻ സംസാരിച്ചതാ. വിളിച്ചല്ലേ? നിന്നോട് നിൽക്കാൻ പറഞ്ഞേ. വേദാന്ത്, നോക്ക് ചെയ്ത് ഉള്ളിലേക്ക് വരണം എന്നുള്ള കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? ഞാൻ നോക്ക് ചെയ്തിട്ടാ വന്നേ വേദാന്ത്. മോസ്റ്റ്ലി നിങ്ങൾ കേട്ടില്ലാന്ന് തോന്നുന്നു. എന്താ കാര്യം? നിങ്ങളോട് കുറച്ച് സംസാരിക്കണമായിരുന്നു. സോറി, എനിക്കിപ്പോ ടൈമില്ല.
അല്ല നിങ്ങള് ആ മേലെ വീട്ടിലുള്ള പിള്ളേരല്ലേ, എന്തിനാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നേ? അമ്മയ്ക്കും അറിയാം, എല്ലാവർക്കും നമ്മളെ അറിയാം. അമ്മൂല്യ ചേച്ചിക്കും അറിയാം. അമൂല്യ ചേച്ചിയോ? ഓ അമ്മേ, അമൂല്യ ചേച്ചി തന്നെ. അമ്മേ, അമ്മേനെ കണ്ടിട്ട് അമൂല്യ ചേച്ചിയുടെ അമ്മയാന്ന് തോന്നുന്നു. തോന്നുന്നതല്ലെന്നേ, ഞാൻ അവളുടെ അമ്മ തന്നെയാ. ആ നല്ല കാര്യം അമ്മ. അമൂല്യ ചേച്ചി ഞങ്ങളുടെ ബിൽഡിംഗ് ഇനാഗുറേഷൻ ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട്. ചീപ്പല്ല,